ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നേരം വെളുക്കുമ്പോഴേക്കും സമയം എന്തായാലും ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ പോയോണ്ടിരിക്കുന്നത് എവിടെക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ഷിനുവിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട്. അവരുടെ ഇപ്പോൾ ഒരു കഫേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ ഈ പോണത്. അപ്പോൾ നമ്മൾ ഷുട്ടാപ്പി ഇതാ നല്ല ഉഷാറായിട്ട് പോവാണ് കേട്ടോ കൈസ്. നമ്മൾ ഐഷമ്മ ഉണ്ട്, ഉമ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇതാ ഒരു ചെരുപ്പ് ഉണ്ട് കൈസ്. അപ്പോൾ ഉമ്മ പറയുക നമ്മൾ ഷുട്ടാപ്പിക്ക് പാകമായിട്ടുള്ള ചെരുപ്പില്ലേന്ന് ആരുടേതാണ് ആവട്ടെ. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് പോവാണ്. കാരണം വെളുപ്പാങ്കാലമായ കാരണം കൊണ്ട് തന്നെ ഒരു ഓട്ടോ പോലും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ച് ബസ് കയറാനിട്ടാ. പിന്നെ നമ്മൾ ഇത്ര നേരത്തെ പോണത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 9 മണിക്കാണ് ഗൈസ് ഇനോഗ്രേഷൻ. അപ്പോൾ അതിന് മുന്നേ നമ്മളവിടെ എത്തേണ്ട, അല്ലെങ്കിൽ മോശമായി പോയില്ലേ. പിന്നെ ഇതാണ് കേട്ടോ ഗൈസ് കഫേ. അപ്പോൾ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ നമ്മൾ എന്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിന് കാണാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോമ്പായിപ്പോയി, ഇല്ലെങ്കിൽ അതൊക്കെ കാലിയായിപ്പോയേനെ കേട്ടോ. അവർ പിന്നെ കണ്ടറിഞ്ഞൊക്കെ കൊടുന്ന് വെച്ച് ഗൈസ്. കാരണം എല്ലാവർക്കും നോമ്പല്ല, പെട്ടെന്നൊന്നും കാലിയാവില്ല എന്നവർക്കറിയാം. പിന്നെ ഇവിടെ പണിയൊക്കെ തുടങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ ഗൈസ്. പഴം പൊരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് എണ്ണൊക്കെ വെച്ചിട്ടുണ്ട് പഴം പൊരിക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഗൈസ്. നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അത് ഒരാൾ നോമ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഗൈസ് നടക്കണത്. ആദ്യത്തെ കന്നി നോമ്പാണ്. എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ പുറത്തൊരവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ അതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് ഒരു കോളേജ് ഉണ്ട്. അങ്ങനെ അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ ഗൈസ്. നല്ല കണ്ണിങ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഇതാ ഉസ്താദ് വന്നിട്ടുണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഉദ്ഘാടനമാണ്. അങ്ങനെ അതാ റിബൺ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ യാസീനൊക്കെ ഓതി ദുആ ചെയ്ത ശേഷം ഇതാ പഴം പൊരിക്കാനുള്ള പഴമൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ ഗൈസ് അവർ. കാരണം ഇന്ന് തന്നെ അവർ കച്ചവടം തുടങ്ങാനുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഷോപ്പ് വരുന്നത് ഗുരുവായൂരാണ് കേട്ടോ ഗൈസ്. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ നോമ്പ് കഴിയുന്നവരെ എന്തായാലും സ്നാക്സ് ഐറ്റംസ് മാത്രമേ കേട്ടോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും മറ്റ് ഐറ്റംസൊക്കെ അവർ ഇറക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. വീട്ടിലേക്ക് മീൻസ് ഷിനുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. ഇനി ഇവിടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്നാക്സ് ഐറ്റംസ് എന്തായാലും അവിടുന്ന് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളിതാ നോമ്പൊക്കെ മുറിച്ചിട്ടാ ഗൈസ്. കാരണം അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. അവൾ പറയുന്നത് വിശക്കണമൊന്നുമില്ല, പക്ഷേ വെള്ളത്തിന് നല്ല ദാഹമുണ്ട്, അപ്പോൾ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ പറഞ്ഞിട്ട് അവൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നോമ്പൊക്കെ മുറിച്ചു ഗൈസ്. പിന്നെ നീ വെള്ളം ചോദിച്ചു വെറുതെ എന്ത് വെറുതെ? ഞാൻ റൂൾസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, തുള്ളി വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. ആയിക്കോട്ടെ. ബിസ്ക്കറ്റ് ഇവിടെ ഒരാൾ നേരം വെളുക്കുമ്പോൾ തൊട്ടേ നോമ്പറന്നുകൊണ്ടാണ് കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസൊക്കെ പകുതി മുക്കാലോ വയറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ വീട്ടിലെത്തി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറച്ചിക്കറി ഉണ്ടാക്കുക, പിന്നെ ജ്യൂസ് ഉണ്ടാക്കുക, ഫ്രൂട്ട്സ് ഐറ്റംസ് കട്ട് ചെയ്യുക, ആ വക പണികളെ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നോമ്പറാന്ന് പറയാൻ എല്ലാവരും ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ ഞങ്ങളും ഉണ്ട് അവരും ഉണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരും അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഷീനു അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ സ്വന്തം ചിക്കുവാണ് കേട്ടോ ഗൈസ്. ഇവരെ വീട്ടിലുണ്ടായ വിഷമയം ഇല്ലാത്ത നല്ല അടിപൊളി ചിക്കുവാണ്. നല്ല നല്ല മധുരമുള്ള ചിക്കും. അപ്പോൾ വിഷമയം ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇസുട്ടന് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇസുട്ടന് ഇപ്പോൾ 6 മന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ നീര് പിന്നെ ചോറൊക്കെ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ നമ്മളെന്തായാലും ഇസുട്ടന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായിക്കണം. പിന്നെ അവൾക്ക് മധുരമുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാ പണികളൊക്കെ ഒതുങ്ങണമുള്ളൂ. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പണികളൊക്കെ ഇവിടെ നടക്കണേ ഉള്ളൂ.
അങ്ങനെ ഇതാ ഗൈസ് നമ്മൾ ടേബിളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതുണ്ട്, പിന്നെ ബജി ഐറ്റംസ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ വെള്ളം കലക്കിയതുണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറന്നു. പിന്നെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ചായയും കടിയും തിന്നാൻ വേണ്ടി പൊറോട്ട ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ചായ ഉണ്ട്. അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ കഴിച്ചു കൂട്ടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.